നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതികൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരാണ് വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ഉണ്ട്. ഫൈസൽ, നേരത്തെ വധശ്രമ കുറ്റം ചുമത്തിയതിനു പിന്നാലെ ഇവർ ജാമ്യാപേക്ഷ പിൻവലിച്ചിരുന്നു. ഇപ്പോൾ പുതിയ ജാമ്യാപേക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? ഹരി, ഇന്ന് അല്പസമയം മുമ്പാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഈ SIT വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ അതിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നും ജാമ്യം ലഭിക്കാത്ത കുറ്റമാണെങ്കിൽ മാത്രമേ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ കേസ് തീർപ്പാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഈ രണ്ടുപേരും ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ തങ്ങളെ അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് ഒരു ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് SIT എന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന് പിന്നാലെ ആ ജാമ്യ ഹർജി പിൻവലിക്കുകയും തുടർന്ന് SIT റിപ്പോർട്ട് ഈ വധശ്രമം ഉൾപ്പെടെയുള്ള കേസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമർത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഹരി.